ആൾക്കാരെ കൊന്നതുകൊണ്ട് അതൊരു ക്രൈമായി. കൊല്ലാതെ ഇതേ കാര്യം എത്രയോ പേര് ചെയ്യുന്നുണ്ട്. മുന്നേയും കുറെ റോളൊക്കെ ചെയ്തിട്ടുണ്ട് ആള്. പക്ഷെ ഇത് കിടിലമായിട്ടുണ്ടായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. മുമ്പ് ഒരിക്കലും മമ്മൂട്ടിയിൽ നിന്നും വരില്ല എന്ന് വിചാരിക്കപ്പെടുന്ന ഒരു ഗേ കഥാപാത്രമുള്ള കാതൽ എന്ന് പറഞ്ഞ സിനിമ മമ്മൂട്ടി കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പം അതേ സമയത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിന്റെ തുടർച്ചയാണിത്. നല്ല പടം. എങ്ങനെയുണ്ട് മമ്മൂട്ടിയും വിനായകനും ഒക്കെ ഉഗ്രൻ ഉഗ്രൻ അഭിനയം. മമ്മൂക്കയും വിനായകനും നല്ല രീതിയിൽ തന്നെ നല്ലതായിട്ട് തന്നെ അഭിനയിച്ചു. 10-ാം ദിവസമാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. ഉച്ചയ്ക്കും നല്ല ഇഷ്ടം പോലെ ആള് വരുന്നുണ്ട്. കുറച്ചുകൂടെ പ്രാധാന്യമായിട്ട് എനിക്ക് തോന്നിയത് വിനായകനെയാണ്. മമ്മൂക്ക നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്, നല്ല ഉഗ്രം പെർഫോമൻസിലൊന്നാണ്. പക്ഷെ വിനായകനും കട്ടയ്ക്ക് തന്നെ നിന്നു. അടിപൊളി അടിപൊളി. സൂപ്പർ. കളങ്കാവ് ഒരു നല്ല സിനിമയാണ്. ഒരു ക്രൈം ത്രില്ലറാണ്. അവസാനം വരെ പിടിച്ചെടുത്ത് ഇടയ്ക്കൊന്ന് ലാഗ് ചെയ്യുന്നു തോന്നുന്നുണ്ടെങ്കിലും അവസാന നിമിഷം വരെ നമ്മളെ പിടിച്ചെടുക്കുന്നുണ്ട്. അത് പ്രത്യേകത മമ്മൂട്ടി പ്രതിനായകനായിട്ട് വരുന്ന സിനിമയാണ്. വില്ലനായിട്ട് വരികയും വിനായകൻ നായകനായിട്ട് വരികയും. എങ്കിലും മമ്മൂട്ടി വില്ലനോട് അതേസമയം നായകനും കൂടിയാണ് കളങ്കാവിൽ. കൊള്ളായിരുന്നു. കുറെ ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കും പോലെയല്ല കഥയൊക്കെ പോകുന്നത്. നല്ല കഥയാണ്. ഇതിപ്പോ IFFK ആണ് കൂടുതൽ തിരക്കുണ്ടായിരുന്നത്. പക്ഷെ അതിനകത്ത് കുറെ കൈയടിക്കാൻ പറ്റിയ സീനൊക്കെ ഉണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ ആക്ടിങ് ഒക്കെ കിട്ടില്ലായിരുന്നു. എന്തായാലും എനിക്കിഷ്ടപ്പെട്ട മൂവി നന്നായിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു. ഇതിന് മുന്നേയും കുറെ റോളൊക്കെ ചെയ്തിട്ടുണ്ട് ആള്. പക്ഷെ ഇത് കിടിലമായിട്ടുണ്ടായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വിനായകന്റെ അഭിനയം പ്രത്യേകിച്ച് നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ തോന്നി. നല്ല സീരിയസ് ആയിട്ട് നല്ല അഭിനയമായിരുന്നു. ലാസ്റ്റ് ഫൈറ്റ് സീനും കിടിലായിരുന്നു വിനായകൻ. കളങ്കാവിൽ കണ്ടപ്പം പഴയ കാലത്ത് മമ്മൂട്ടി ന്യൂഡൽഹി സിനിമ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ന്യൂഡൽഹി തുടങ്ങുന്ന സന്ദർഭത്തിൽ തന്നെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിൽ വന്നിട്ട് ന്യൂഡൽഹിയിൽ ഒരു പത്രപ്രവർത്തകനായിട്ട് ശോഭിക്കുകയാണ് മമ്മൂട്ടി ചെയ്തത്. ശരിക്ക് അന്ന് മുതൽ ഇങ്ങോട്ട് വരെ ഓരോ സിനിമയും മമ്മൂട്ടിയത് സ്ഥിരമായിട്ട് കാണാറുണ്ട്. കളങ്കാവിൽ കണ്ടപ്പം അദ്ദേഹത്തെ കുറച്ചുകൂടി സ്നേഹിക്കാനാണ് തോന്നിയത്. അദ്ദേഹത്തെ ഒരു ക്രൂരനായിട്ട് എനിക്കതിൽ തോന്നിയില്ല, മറ്റുള്ള എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാകും. ഒരു ക്രൂരനായിട്ടുള്ളൊരു ഫീലുണ്ടാക്കാൻ മമ്മൂട്ടി ഇത് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് മമ്മൂട്ടി ആയതുകൊണ്ടായിരിക്കാം അതിൻ്റെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിനയത്തെയാണ് ഞാൻ കണ്ടത്. അല്ലാതെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഇൻഡെപ്തിലെടുത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ആ അഭിനയം ഇഷ്ടമായതുകൊണ്ടായിരിക്കാം എനിക്ക് മമ്മൂട്ടി അതിൽ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വിനായകനെയും അതിനപ്പുറത്തേക്ക് ഇഷ്ടപ്പെടാൻ ഒരു കാരണമായിട്ടുണ്ട്. വിനായകൻ വളരെ അടിപൊളിയായിട്ട് അതിൽ അഭിനയിച്ചതായിട്ട് ഞാൻ വളരെയധികം ആസ്വദിച്ചിട്ടുണ്ട് വിനായകൻ്റെ അഭിനയം. റിയൽ ലൈഫിൽ വിനായകൻ ഭയങ്കര സിനിമയിലേക്ക് വരുമ്പോൾ വിനായകൻ മീഡിയയിൽ കാണുന്നതായിരിക്കില്ലല്ലോ ഒരാളുടെ യഥാർത്ഥ ജീവിതം. മീഡിയയിൽ അതിൻ്റെ അവരുടെ നെഗറ്റീവ് സൈഡ് മാത്രമായിരിക്കും ചിലപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരു നല്ല ക്യാരക്ടർ അദ്ദേഹത്തിനുണ്ടാകും. അദ്ദേഹമായിട്ട് ഡയറക്ടർ ഒരു ഇൻട്രാക്ഷനും പരിചയവും ഇല്ല. എന്നാൽ പോലും അദ്ദേഹം തീർച്ചയായിട്ടും നല്ലൊരു മനുഷ്യനായിരിക്കും എന്നതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ. കളങ്കാവിൽ 10 ഒരുപക്ഷെ ഇപ്പോഴുള്ള റെക്കോർഡുകളൊക്കെ വേദിക്കാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. അത്രയും നന്നായിട്ട് ചെയ്തൊരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വിനായകൻ്റെയും മമ്മൂട്ടിയുടെ ഒക്കെ ആക്ടിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു. അത് അത്രയും നല്ല ആക്ടിങ് ആയതുകൊണ്ടും സ്ക്രിപ്റ്റ് ആയതുകൊണ്ടും ഒക്കെ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു എനിക്ക്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തെ ക്യാരക്ടർ ആൾക്കാരെ കൊന്നതുകൊണ്ട് അതൊരു ക്രൈമായി. കൊല്ലാതെ ഇതേ കാര്യം എത്രയോ പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് എത്രയോ വിക്ടിംസിന് വരുന്നത് നമ്മളാരും അങ്ങനെ ചിന്തിക്കത്തില്ല. ഇപ്പം ഒരു മരണം വന്നതുകൊണ്ട് ഓഫ് കോഴ്സ് അത് ക്രൈമായി. അപ്പം ഭയങ്കര ബ്രില്യൻ ഫിലിമായിരുന്നു. അതുകൊണ്ടാണ് അത്ര ഇമ്പാക്റ്റ് വന്നത്. എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു. വിനായകൻ്റെ ആക്ടിങ് അടിപൊളിയായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ നല്ല ആക്ടിങ് ആയിരുന്നു. എല്ലാവർക്കും എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും സ്റ്റെറിയോടൈപ്പ് ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പം എല്ലാവരും നല്ല ഫിലിംസ് എടുക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ മേക്കിങ്ങും അതിൻ്റെ സൗണ്ടും മ്യൂസിക്കും എല്ലാം നമ്മൾ പരിചയമുള്ളൊരു കണ്ടന്റ് ആണെങ്കിൽ പോലും അത് അതിൻ്റെ മേക്കിങ്ങിലാണ് ആ സിനിമ പിടിച്ചിരിക്കുന്നത്.
അല്ല മമ്മൂക്ക ആദ്യമായിട്ടൊരു ഇത്രയും വലിയൊരു നെഗറ്റീവിലേക്ക് വന്നേക്കുവാണ്. ആദ്യമല്ല എന്നാലും ആ ഒരു കഥാപാത്രത്തെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? കഥാപാത്രത്തെ ഇമേജ് ബ്രേക്ക് ചെയ്യുന്ന സാധനമുണ്ട് അതിനകത്ത്. അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. നായകൻ എന്ന് പറയുന്നത് എപ്പോഴും ഗുഡ് ക്യാരക്ടർ ആയിരിക്കണം എന്നുള്ളത്. ഇതിനകത്ത് പ്രതിനായക സ്വഭാവമുള്ള എന്ന നായകത്വമുള്ള കഥാപാത്രമല്ലേ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച വേഷങ്ങളൊന്നു തന്നെയായിരിക്കും കളങ്കാവിലെ കഥാപാത്രം. മമ്മൂക്ക ഇങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ ചെയ്യുന്നവിടെ എന്താണ് കാരണം? ഇങ്ങനെയുള്ള പലതും ചേച്ചി പറഞ്ഞ പോലെ ഒരു നായകനും വില്ലനാകുന്നു, വില്ലൻ നായകനാകുന്നു, അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത് മമ്മൂട്ടി കമ്പനി മമ്മൂക്കയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാലത്തിന്റെ ഒരു മാറ്റം കൂടെ ആണത്. കാരണം ഇങ്ങനെ ഒരു സിനിമയൊന്നും തമിഴ് വേറൊരു തെലുങ്ക് അങ്ങനെയൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കോൺഫിഡൻസിനെയൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഈ അയാളുടെ ഒരു നടന്റെ ആറ്റിറ്റ്യൂഡ് മാത്രമല്ല, കാലഘട്ടത്തിന്റെ ഒരു മാറ്റം കൂടെ പ്രധാനമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഇത്തരം സിനിമകൾ സ്വീകരിക്കപ്പെടില്ല, ഇത്തരത്തിലുള്ള ഓഡിയൻസിലുള്ള മാറ്റം കൂടെ അത് മലയാളി ഓഡിയൻസ് ഒത്തിരി മാറിയിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും. കാരണം ഇതിന് തൊട്ട് മുമ്പ് ഒരിക്കലും മമ്മൂട്ടിയിൽ നിന്നും വരില്ല എന്ന് വിചാരിക്കപ്പെടുന്ന ഒരു ഗേ കഥാപാത്രമുള്ള കാതൽ എന്ന് പറഞ്ഞ സിനിമ മമ്മൂട്ടി കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പം അതേ സമയത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിന്റെ തുടർച്ചയാണിതും. അതുകൊണ്ട് പുതിയ മാറ്റങ്ങളെ ഒരു ആക്ടർ എന്ന നിലയിൽ പുള്ളി കൊണ്ടുവരുന്നതിനെ സമൂഹം അംഗീകരിച്ചു തുടങ്ങിയപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മമ്മൂട്ടി മാറുന്നു. പിന്നെ വിനായകൻ ചേട്ടനെ കുറിച്ച് പറയാൻ എന്താണുള്ളത്? നല്ല ഗംഭീരമായ പ്രകടനമുള്ളൊരു നായകനാണ്. പുള്ളിയുടെ അഭിനയം അത് ഇതിൽ ഏറ്റവും കൂടുതൽ വിമർശനമായി പറഞ്ഞത് മമ്മൂട്ടിക്ക് വേണ്ടി പുള്ളി സൈഡാക്കി എന്നും അങ്ങനെയൊക്കെ ഉള്ളു. പക്ഷെ ആ സിനിമയ്ക്ക് അതായിരുന്നു ആവശ്യകത. അത് കൃത്യതയോടുകൂടി അതിനകത്ത് വന്നിട്ടുണ്ട്. നല്ല സിനിമയാണ്. ഒരു ശകലം പോലും പോസിറ്റീവ് സൈഡ് ഇല്ലാത്ത ഒരു ക്രൂവൽ കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ഒരു വില്ലനെ മമ്മൂട്ടിയിൽ നിന്ന് ഒരിക്കലും ഒരു ആരാധകൻ അല്ലെങ്കിൽ ഒരു മലയാളി പ്രേക്ഷകൻ പ്രതീക്ഷിക്കില്ല. പലതിലും ഇതിനു മുമ്പും വില്ലനായിട്ടൊക്കെ മൂപ്പര് വന്നിട്ടുണ്ടെങ്കിൽ പാലേരിമാണിക്യത്തിലൊക്കെ ആണെങ്കിലും അതിനകത്തൊക്കെ പോസിറ്റീവ് സൈഡ് കാണിക്കുന്ന മറ്റൊരു ക്യാരക്ടറോ അല്ലെങ്കിൽ ഇതോ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് കോൾഡ് ബ്ലഡിൽ ഒരു സിഗരറ്റ് കടിച്ച് ചവച്ച് തിന്നുന്നൊരു വില്ലൻ എനിക്ക് തോന്നുന്നു ലോക ചരിത്രത്തിൽ തന്നെ വേറെ ഉണ്ടായിട്ടില്ല എന്നാണ്. അത് ആ ഒരു ലെവലിൽ തന്നെ ചർച്ച ചെയ്യപ്പെടണം എന്നുമാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ വിനായകൻ ചേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. വിനായകൻ ഈസ് എ നാച്ചുറൽ. അദ്ദേഹത്തെ പറ്റി മൂപ്പര് എന്ത് കൊടുത്താലും ചെയ്യും. മൂപ്പര് അതിൻ്റെ ഇതിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സീനുണ്ട്. പുള്ളി മറ്റേ പെട്ടെന്ന് ആൾക്കാർ ഓടിപ്പോകുമ്പോഴത്തേനും ജീപ്പിനകത്ത് കയറി ഇരുന്നിട്ട് നോക്കുന്നൊരു സംഭവമാണ്. കാണുന്നുണ്ടെങ്കിൽ ഇനി ശ്രദ്ധിച്ചാൽ മതി. അത് ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കൊള്ളാം. വിനായകൻ പിന്നെ ടോപ്പ് നോച്ചാണ്. പിന്നെ ഈ മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനി കൊണ്ടുവന്ന സബ്ജക്റ്റുകളെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ നോക്കുകയാണ്? ഇൻട്രസ്റ്റിംഗ്. ഇപ്പോൾ ആസ് എ റൈറ്റർ, ആസ് എ സ്ക്രീൻ റൈറ്റർ, ആസ് എ എമേർജിങ് ഫിലിം റൈറ്റർ എനിക്കൊക്കെ ഭയങ്കര ഒരു കോൺഫിഡൻസ് തരുന്നൊരു ഏരിയയാണത്. കാരണം നമ്മൾ നല്ലൊരു സാധനം എഴുതിയാൽ ഇങ്ങനെയും ചെയ്യാം എന്ന് കോൺഫിഡൻസ് പ്രമുഖമായ നടന്മാർ ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ ആര് അതിലേക്ക് ഇറങ്ങാനാണ്. ഓക്കെ, താങ്ക് യു.